രാമനായി രൺബീർ, സീതയായി സായ് പല്ലവി. രാമായണ റിലീസ് കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. അതായത് നാളിതുവരെ മിക്കവാറും എല്ലാ ഭാഷകളിലും രാമായണം കഥ അല്ലെങ്കിൽ അതിലെ ചരിത്രം നാം സിനിമയായി കണ്ടിട്ടുണ്ട്. എന്നാലും ഇന്നും എന്നും ഇത്തരം കഥകൾ കാണാൻ ആളുകൾക്ക് വലിയ താല്പര്യം തന്നെയാണ്. 5000 വർഷത്തിലധികമായി ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുള്ള ഈ ഇതിഹാസം വെള്ളിത്തിരയിലേക്ക് എത്തുമ്പോൾ നാളിതുവരെ കാണാത്ത തരത്തിലുള്ള ദൃശ്യവിസ്മയത്തിനാണ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ രാമായണ എന്ന ചിത്രത്തിലൂടെ കാത്തിരിക്കുന്നത്. കാരണം ഇത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. നിതേഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായണ 1-2 ഭാഗങ്ങളിലായാണ് ഇറങ്ങുന്നത്. 2 ഭാഗങ്ങളിലായി റിലീസിനൊരുങ്ങുന്ന ചിത്രത്തിന്റെ 1-ാം ഭാഗം 2026 ദീപാവലി പ്രമാണിച്ചായിരിക്കും റിലീസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ 2-ാം ഭാഗം 2027 ദീപാവലി റിലീസായും തിയേറ്ററുകളെത്തുമെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. രൺബീർ കപൂർ, സായ് പല്ലവി, യഷ് തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഇതും സിനിമാ ലോകത്ത് ആവേശം കൊള്ളിക്കുന്ന റിപ്പോർട്ടുകളാണ്. ഇപ്പോഴിതാ സിനിമയിലെ മുംബൈയിലെ സെറ്റിൽ യഷ് ജോയിൻ ചെയ്തതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 1 മാസത്തോളമായിരിക്കും താരത്തിന്റെ ഭാഗങ്ങൾ ചിത്രീകരിക്കുക എന്നാണ് പറയുന്നത്. അതായത് രാമായണ 1-ാം ഭാഗത്തിനൊപ്പം 2-ാം ഭാഗത്തിലെയും ചില ഭാഗങ്ങൾ ഈ ഷെഡ്യൂളിൽ ചിത്രീകരിക്കും. രൺബീർ, സായ് പല്ലവി, സണ്ണി ഡിയോൾ എന്നിവർക്കൊപ്പം യഷിന് ഈ ഷെഡ്യൂളിൽ കോമ്പിനേഷൻ സീനുകൾ ഉണ്ടാകുമെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ചിത്രത്തിൽ രൺബീർ കപൂറാണ് രാമനെ അവതരിപ്പിക്കുന്നത്. സായ് പല്ലവി സീതയായും യഷ് രാവണനായും എത്തുകയാണ്. ഏകദേശം 835 കോടി രൂപ ബജറ്റിലാണ് രാമായണ ഒരുങ്ങുന്നത്. 835 കോടി രൂപ ബജറ്റ് രാമായണം 1-ാം ഭാഗത്തിന് മാത്രമുള്ളതാണെന്നും പറയുന്നുണ്ട്. 2 ഭാഗങ്ങളായി വരുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ വിപുലീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. രൺബീർ കപൂറിനെ രാമനാക്കി ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് ചിത്രത്തിലൂടെ ഒരുക്കുന്നത്. ചിത്രത്തിന് 600 ദിവസത്തെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ആവശ്യമാണെന്നും പറയുന്നുണ്ട്. ഇന്ത്യൻ സിനിമയെ ആഗോളതലത്തിൽ എത്തിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ ലക്ഷ്യമിടുന്നതും. എന്തായാലും രാമായണ സിനിമയ്ക്കായി കാത്തിരിപ്പിലാണ് സിനിമാ ലോകം. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.